അന്താരാഷ്ട്ര പർവ്വത ദിനമായി ആചരിക്കുന്നതെന്ന് ഉത്തരം ഡിസംബർ 11. ഒഡീസി ഓഫ് മൈ ലൈഫ് ആരുടെ ആത്മകഥയാണ്? ഉത്തരം ശിവരാജ് പാട്ടീൽ. ലോക ഭിന്നശേഷി ദിനാചരണത്തിൻ്റെ ഭാഗമായി, ഭിന്നശേഷി ദിനാചരണം ഡിസംബർ 23-നാണ്. ഇതിൻ്റെ ഭാഗമായി ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണത്തിനുള്ള 2025 ദേശീയ പുരസ്കാരങ്ങളിൽ ശ്രേഷ്ഠ ദിവ്യാംഗ പുരസ്കാരം നേടിയ മലയാളി ആര്? ഉത്തരം തൃശ്ശൂരിൽ നിന്നുള്ള ശ്രേയസ് കിരൺ. ശ്രേഷ്ഠ ദിവ്യാംഗ ബാൽ പുരസ്കാരം നേടിയത് ഓച്ചിറയിൽ നിന്നുള്ള മുഹമ്മദ് യാസിനാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ ആദ്യ മലയാളി ആര്? ഉത്തരം PR രമേശ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ നിലവിൽ ആരാണ്? ഉത്തരം രാജ്കുമാർ ഗോയൽ. യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ 2025 ഇടം നേടിയ ഇന്ത്യൻ ആഘോഷം ഏത്? ഉത്തരം ദീപാവലി. ഈ പട്ടികയിൽ ഇടം പിടിക്കുന്ന ഇന്ത്യയിൽ നിന്നുള്ള 16ാമത്തെ ഇനമാണ് ഇത്. ഇതിനു മുമ്പ് 2021 കൊൽക്കത്തയിലെ ദുർഗാ പൂജ, 2023 ഗുജറാത്തിലെ ഗർബ നൃത്തം, 2017 കുംഭമേള, 2016 യോഗ, 2010 മുടിയേറ്റ്, രാംലീല കൂടിയാട്ടം എന്നിവ 2008 തുടങ്ങി 15 ഇനങ്ങൾ ഇതിനു മുമ്പ് ഈ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. കേരളത്തിൽ ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കുന്നതെവിടെ? ഉത്തരം തിരുവനന്തപുരത്തുള്ള കാട്ടാക്കടയിൽ. സായുധ സേന പതാക ദിനമായി ആചരിക്കുന്നതെന്ന്? ഉത്തരം ഡിസംബർ 7. ന്യൂയോർക്ക് ടൈംസിൻ്റെ 2025 ദ 67 മോസ്റ്റ് സ്റ്റൈലിഷ് പീപ്പിൾ ഓഫ് 2025 പട്ടികയിൽ ഇടം നേടിയ ബോളിവുഡ് നടൻ ആര്? ഉത്തരം ഷാരൂഖ് ഖാൻ. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ സാമൂഹിക മാധ്യമങ്ങളിൽ നിന്ന് വിലക്കുന്ന ആദ്യ രാജ്യമേത്? ഉത്തരം ഓസ്ട്രേലിയ.